പെരുവയൽ പഞ്ചായത്തിലെ ചെറുകുളത്തൂർ എന്ന പ്രദേശത്തെ ചന്ദ്രേട്ടൻ്റെ ജൈവ ചീരകൃഷിയുടെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയുടെ ഒരു സജീവ പ്രവർത്തനം കൂടിയാണ് നമ്മുടെ ചന്ദ്രേട്ടൻ. ഈ കാണുന്നതാണ് ചന്ദ്രേട്ടൻ്റെ ജൈവ ചീരകൃഷി ഉൾപ്പെടുന്ന സ്ഥലം. തൻ്റെ 50 സെൻറ്റ് വരുന്ന ഈ സ്ഥലത്താണ് ചന്ദ്രേട്ടൻ ജൈവ ചീരകൃഷി ചെയ്യുന്നത്. അതിരാവിലെ തന്നെ തൻ്റെ കൊച്ചുമകളോടുമൊത്ത് ചന്ദ്രേട്ടൻ ചീര പറിക്കുന്ന തിരക്കിലാണ് ഞങ്ങൾ ചെല്ലുമ്പോൾ. മാരകമായ കീടനാശിനികളൊന്നും ഉപയോഗിക്കാതെ തീർത്തും ജൈവ രീതിയിലാണ് ചന്ദ്രേട്ടൻ തൻ്റെ ചീരകൃഷി ചെയ്യുന്നത്. ജൈവ ചീരകൃഷിയുടെ കൂടുതൽ വിശേഷങ്ങൾ ഇനി നമുക്ക് ചന്ദ്രേട്ടിൽ നിന്ന് തന്നെ കേൾക്കാം. ഇത് തീരെ ഒരു തരി പോലും വിത്ത് വിതയ്ക്കാതെയുള്ള കൃഷിയാണ്. ഒരു പുതിയ കൃഷി എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ 6-7 കൊല്ലം 7-8 കൊല്ലത്തോളം ഏകദേശം ഈ കൃഷി തുടരുന്നു. കാരണം ഇത് എങ്ങനെയാ വെച്ചാൽ വിത്ത് നമ്മൾ വിതയ്ക്കേണ്ട ആവശ്യമില്ല. വിത്ത് ഭൂമിയിൽ സ്റ്റോക്ക് ചെയ്തതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ചീര കുറേ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം പൂക്കാൻ തുടങ്ങും. പൂക്കുന്ന നേരം വിത്ത് വരും. വിത്ത് മൂക്കാൻ അനുവദിച്ചിട്ട് പിന്നെ കട്ട് ചെയ്യില്ല. ഈ വിത്ത് ഇതിൽ തന്നെ വീഴുക. അതിന് ശേഷം മഴക്കാലമാകുമ്പോൾ ഈ നിലം ഉഴുതിട്ട് നെല്ലുണ്ടാക്കുക. ഈ നെല്ലുണ്ടാക്കിയതിന് ശേഷം ആണ് ഈ കൃഷി. നെല്ലുണ്ടാക്കിയിട്ട് കൊയ്തതിന് ശേഷം കൊയ്തുമ്പോൾ സെപ്റ്റംബർ ഒക്ടോബറൊക്കെ ആകുമ്പോൾ കൊയ്യുക. ആ സമയത്ത് മണ്ണ് ഉണങ്ങുന്ന നേരമാണ് ഇതിൽ കുമ്മായം ചേർത്തിട്ട് കന്നൂട്ട് ചെയ്യുക. കന്നൂട്ടിന് ശേഷം ജൈവവളം ചേർത്ത് തവാരനെയൊക്കെ ഉണ്ടാക്കി അതിൽ നനയ്ക്കുക ചെയ്യുക. ജൈവവളം മാത്രമേ കൊടുക്കുന്നുള്ളൂ. ആ സമയത്ത് വിത്ത് വിതയ്ക്കേണ്ട ആവശ്യമില്ല. വിത്ത് ഇതിൽ സ്റ്റോക്കാണ്. അത് പ്രകൃതി എനിക്ക് തന്ന ഒരു വരദാനമാണ്. വെച്ചാൽ ഈ വിത്ത് ഇതിൽ മണ്ണിൽ സൂക്ഷിക്കുക. ഏത് ചളിയും ചീച്ചിലും വെള്ളം ഉണ്ടെങ്കിലും ഈ വിത്ത് നശിക്കുന്നില്ല. ഏകദേശം ഒരു പുല്ലുവർഗത്തിൻ്റെ ഒരു ഇനമാണ് ഇത്. ഈ ചീര വിത്ത് മണ്ണിൽ സൂക്ഷിക്കുക. 5-6 മാസം 6-7 മാസം മഴക്കാലം മുഴുവനും ഈ മണ്ണിൽ കിടക്കുക. അപ്പോൾ ഇത് മുളച്ച് തവാരണയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അതിൽ വിത്ത് നനച്ച് കഴിഞ്ഞാൽ മാത്രം ഇങ്ങോട്ട് മുളയ്ക്കാൻ തുടങ്ങും. അപ്പോൾ മുളയ്ക്കാൻ തുടങ്ങിയ 3-4 ദിവസം കൊണ്ട് ഇത് മുളച്ച് വരും. അപ്പോൾ കണ്ടമാനം വിത്ത് മുളയ്ക്കും. മറ്റ് നമ്മൾ വാങ്ങിച്ച വിത്ത് വിതയ്ക്കുകയാണെങ്കിൽ ആ സമയത്ത് ഇത് മുളച്ചോളുന്നില്ല. കാരണം ഇത് മുളയ്ക്കുമോ എന്നുള്ളത് നമുക്ക് അറിയില്ല. പഴയ വിത്തായിരിക്കും, എക്സ്പയറി ആയതായിരിക്കും. അപ്പോൾ ഈ വിത്ത് അങ്ങനെയല്ല. ഈ വിത്ത് നമ്മളെ ഈ വിത്ത് കൊല്ലങ്ങളോളം അങ്ങനെ ഇത് കൃഷി ചെയ്യുന്നതുകൊണ്ട് ഇതിപ്പോൾ ഈ സ്ഥിരം കൃഷി ആയി തുടങ്ങിയിട്ടുണ്ട്. നല്ല വിളവാണ്. കാരണം ഇതിൻ്റെ ഇലയൊക്കെ കണ്ടില്ലേ, നല്ല വീതിയുള്ള ഇലയാണ്. നമ്മൾ മാർക്കറ്റിൽ നിന്ന് വിത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് തുളസി ചീരയാണോ എന്ത് ചീരയാണോ എന്ന് പറയാൻ കഴിയില്ല. എല്ലാ വിത്തും കറുത്ത കളറായിരിക്കും. അപ്പോൾ ഇത് തിരിച്ചറിയാൻ കഴിയില്ല, മുളയ്ക്കുമൊന്നും അറിയില്ല. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ് അത്രയും. ഇത് നല്ല ഉൽപ്പാദനമുള്ള ഇലയാണ്. ഉൽപ്പാദിച്ചാൽ നല്ല വീതിയുള്ള ഇലയാണ്, നല്ല വളർച്ചയുണ്ട്. ഇത് ഞാനിപ്പോൾ 6-7 വർഷമായി ഇപ്പോൾ കൃഷി ചെയ്യുന്നു. ഇപ്പോൾ ഒരു തവണ ഇപ്പോൾ ഓർഡർ അനുസരിച്ചാണ് പറിക്കുന്നത്. ഇന്നിപ്പോൾ ഒരു 40 കിലോ പറിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ 40 കിലോ വെച്ചാൽ ഒരു ആഴ്ച കഴിഞ്ഞാൽ വീണ്ടും കട്ട് ചെയ്യാനാവും. ഒരേ സമയത്ത് ഒരു ഭാഗത്തുനിന്ന് വിളവെടുപ്പാൻ തുടങ്ങിയാൽ ഈ ഭാഗത്ത് എത്തുമ്പോഴേക്ക് ഏകദേശം ഒരാഴ്ച കഴിയും. അപ്പോഴേക്ക് രണ്ടാമത് ആ ഭാഗത്ത് കട്ട് ചെയ്യാനാവും. അങ്ങനെയാണ് ഈ കൃഷി രീതി. ഇത് ഏറ്റവും എളുപ്പമുള്ളൊരു കൃഷിയാണ്. പക്ഷേ ഇത് കട്ട് ചെയ്ത് കൊണ്ടുകൊടുക്കുക, പീടിക കൊണ്ട് വിൽക്കുക എന്നുള്ളൊരു ബുദ്ധിമുട്ടാണ്. ഇത് പറിക്കാൻ ആളെ കിട്ടുന്നില്ല, സ്വയം തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ കൃഷി രീതിയിൽ ഇപ്പം പണിക്കാരെ കിട്ടാനില്ല, അങ്ങനെ ഒരു വിഷമമുണ്ട്. പിന്നെ ഇതിന് ജൈവവളമാണ് കൂടുതൽ കൊടുക്കുന്നത്, രാസവളം കൊടുക്കുന്നില്ല. അപ്പോൾ ഇത് ഏത് കുട്ടികൾക്കും കഴിക്കാൻ പറ്റിയതാണ്. നല്ല ഒരു ഇതാണ്. ഇതിന് കീടത്തിനെതിരെ ഈ ഗോമൂത്ര കാന്താരി മിശ്രിതമാണ് കൊടുക്കുന്നത്. കൂടാതെ ഇപ്പോൾ പുതിയൊരു ഇത് കൊടുക്കുന്നുണ്ട്. ഈ എന്താ വെച്ചാൽ ഈ കഞ്ഞിവെള്ളത്തിൽ കറമൂസൻ്റെ ഇല, അതായത് പപ്പായൻ്റെ ഇല കട്ട് ചെയ്തിടുക തലേ ദിവസം. അതിൽ കുറച്ച് ഇഞ്ചിയും മുറിച്ച് ചതച്ചിടുക. അത് പിറ്റേന്ന് അതിൻ്റെ ഡബിൾ വെള്ളം ചേർത്തിട്ട് സ്പ്രേ ചെയ്യുക. അത് നല്ലൊരു ഇതാണ്. അത് വെള്ളീച്ച, മുഞ്ഞ, ഉറുമ്പ് അങ്ങനെയുള്ളതിനൊക്കെ നല്ല ഫലപ്രദമായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ. വിളവെടുത്ത ചീരകളെല്ലാം കെട്ടുകളാക്കി വെക്കുകയാണ് ചന്ദ്രേട്ടനും മക്കളുമെല്ലാം. മക്കളും പേരക്കുട്ടികളുമെല്ലാം ഉത്സാഹത്തോടു കൂടിയാണ് ചന്ദ്രേട്ടനെ ഈ ജൈവ ചീരകൃഷിയിൽ സഹായിക്കുന്നത്. തൻ്റെ കൃഷിയിലുള്ള
പരിജ്ഞാനമെല്ലാം തൻ്റെ പുതുതലമുറയിലേക്കും പകർന്നു നൽകിക്കൊണ്ടിരിക്കുകയാണ് ചന്ദ്രേട്ടൻ. തീർച്ചയായും നമ്മുടെ പുതുതലമുറ മാതൃകയാക്കേണ്ട ഒരു ഉത്തമ കർഷകനാണ് നമ്മുടെ ചന്ദ്രേട്ടനും അദ്ദേഹത്തിൻ്റെ കുടുംബവും. കൃഷി അന്യം നിന്നു പോകുന്ന നമ്മുടെ ഈ കേരളത്തിൽ എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടതെന്നും എങ്ങനെ അത് ലാഭകരമായി മാറ്റാമെന്നും നമുക്ക് കാണിച്ചു തരികയാണ് ചന്ദ്രേട്ടൻ ഇവിടെ ചെയ്യുന്നത്. ചീരകൃഷി കൂടാതെ തൻ്റെ കൃഷിസ്ഥലത്ത് പച്ചക്കറികളും നെല്ല്, വാഴ എന്നിവയെല്ലാം ജൈവ രീതിയിൽ അദ്ദേഹം കൃഷി ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കാർഷിക രംഗത്തെ മികവുറ്റ പ്രവർത്തനം കൊണ്ട് സംസ്ഥാനത്തെ മികച്ച കർഷകനുള്ള അവാർഡും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. ഒഴിവു സമയങ്ങളിൽ പെരുവയൽ പഞ്ചായത്തിലെ മികച്ച ഒരു പാലിയേറ്റീവ് വളണ്ടിയർ കൂടിയാണ് നമ്മുടെ ചന്ദ്രേട്ടൻ. ചന്ദ്രേട്ടൻ്റെ ജൈവ കൃഷി രീതികൾ എല്ലാവർക്കും ഒരു പ്രചോദനമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു.